ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കമ്പനീസ്, അതായത് ലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർസ് ഒക്കെ പബ്ലിക്കലി ട്രേഡഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ ഒരു കമ്പനീസ്, ഇങ്ങനെയുള്ള ലിസ്റ്റഡ് കമ്പനീസ് അവരുടെ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറി, ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് ഷെയർസിന്റെ പ്രൈസിങ് നടക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള് എങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഷെയർസ് എങ്ങനെയാണ് ബൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഷെയർസ് സെല് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലുള്ള അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പഠിക്കാൻ പോവാണ്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ദേ നീഡ് ടു എൻഷുർ ദാറ്റ് എന്തൊക്കെയാണ് അവർ എൻഷുർ ചെയ്യേണ്ടത്? ഫെയർ, ഓർഡർലി ആൻഡ് എഫിഷ്യന്റ് മാർക്കറ്റ് ആവാനാണ് അവർ നോക്കുന്നത്. ഫെയർ ആയിട്ടുള്ള, ഓർഡർലി ആയിട്ടുള്ള, എഫിഷ്യന്റ് മാർക്കറ്റ് ആവാനാണ് അവർ നോക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് താഴെ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും എഫിഷ്യന്റ് മാർക്കറ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ താഴെ ഒരു അടുത്ത ടോപ്പിക്കിലാണ് നമ്മൾ പറയുന്നത്. എഫിഷ്യന്റ് മാർക്കറ്റ് എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫെയർ ആവണം എന്ന് പറയുമ്പോൾ ഇത് എത്രയുള്ളൂ, ആ സ്റ്റോക്ക് മാർക്കറ്റിൽ പല പല കമ്പനീസിന്റെ ഷെയർസ് ഉണ്ടായിരിക്കും. ഈ ഷെയർസിന്റെ ഒക്കെ പ്രൈസ് ഫെയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഒരിക്കലും ഷെയർ പ്രൈസ് പ്രോപ്പർ ആയിട്ട് ആ കമ്പനിയുടെ പെർഫോമൻസ് എന്താണോ ആ കമ്പനിയുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള, ഇൻവെസ്റ്റേഴ്സിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫെയർ ആയിട്ടുള്ള ഷെയർ പ്രൈസ് ആയിരിക്കണം. ആ ഷെയർ പ്രൈസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ് ത്രൂ ആണ്. ഇപ്പൊ എങ്ങനെയാണ് ആ ഷെയർ പ്രൈസ് റിഫ്ലക്റ്റഡ് ആവുന്നത്, ഷെയർ പ്രൈസിലേക്ക് ആ കമ്പനിയെ കുറിച്ചിട്ടുള്ള ഓരോ ഇൻഫർമേഷൻസ് പുറത്തു വിടുമ്പോഴും അതെങ്ങനെയാണ് ഷെയർ പ്രൈസിലേക്ക് ഇൻകോർപ്പറേറ്റ് ആവുന്നത്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ മെയിൻ ഒബ്ജക്റ്റീവ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ മാർക്കറ്റിലുള്ള എല്ലാ ഷെയർ പ്രൈസും ഫെയർ ആയിരിക്കണം, ഫെയർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഓപ്പറേഷൻ ആയിരിക്കണം. പിന്നെ ഓർഡർലി ആയിരിക്കണം. ഓർഡർലി എന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ പല പല കമ്പനീസിന്റെ ഷെയർസും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയർസ് വാങ്ങിക്കുമ്പോഴാണ് ഈ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കുമ്പോഴാണ് ആ ഷെയർസ് അവിടെ ഇഷ്യൂ ചെയ്യുന്ന ആ ഷെയർസ് ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കുന്നു. അങ്ങനെയാണ് ആ ഫണ്ട് എന്താണ് ആ കമ്പനീസിന് കൊടുക്കുന്നത്. ഇപ്പൊ ലിസ്റ്റഡ്, ഇപ്പൊ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, ഇതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ഇതിനപ്പുറത്ത് എന്തുണ്ട്? ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഈ ഇൻവെസ്റ്റേഴ്സ് എന്താണ്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താ ഉള്ളത്? ലിസ്റ്റഡ് കമ്പനീസ് ഇല്ലേ? ഓക്കെ, നോക്കിക്കോളൂ. ലിസ്റ്റഡ് കമ്പനീസ്, ഇങ്ങനെയുള്ള ലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർസ് ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെയുള്ള ലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർസ് ആണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉള്ളത്. ഇങ്ങനെയുള്ള ഷെയർസ് ഈ ഇൻവെസ്റ്റേഴ്സ് അവരുടെ കയ്യിലുള്ള ഫണ്ട് ഈ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഈ ഫണ്ട് ആർക്ക് കിട്ടുന്നത്? കമ്പനീസിന് കിട്ടുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓപ്പറേഷൻസ് ത്രൂ ഇത് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, അത് ഇൻവെസ്റ്റേഴ്സ് ആ ഷെയർ വാങ്ങിക്കുന്നു. അങ്ങനെ വാങ്ങിക്കുമ്പോൾ ആ പൈസ ആർക്കാണ് കിട്ടുന്നത്? കമ്പനീസിനാണ് കിട്ടുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ആ ഫണ്ട് എന്താ ഡിസേർവിംഗ് ആയിട്ടുള്ള കമ്പനീസിന് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ്, അതിനുള്ള ഓർഡർലി എന്ന് പറയുന്നത്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് ലാസ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ എഫിഷ്യൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പല എഫിഷ്യൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. സെക്യൂരിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ന്യൂ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു കമ്പനി ഇതുവരെ ഇഷ്യൂ ചെയ്യാത്ത പുതിയ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്റെ കമ്പനി, ഞാൻ ലിസ്റ്റഡ് കമ്പനിയാണ്, ഓൾറെഡി കുറെ ഷെയർസ് അവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാന്ന് മാത്രമല്ല അവിടെ നടക്കുന്നത്, ഞാൻ ഇഷ്യൂ ചെയ്യാത്ത പുതിയ ഷെയർസ് എനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അത് വാങ്ങിക്കുന്ന ആൾക്കാരുടെ അടുത്തുള്ള പൈസ മൊത്തം കമ്പനിക്ക് കിട്ടും.
അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നുണ്ട്, പുതിയ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നടക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ. നമുക്ക് കമ്പനീസിന് പുതിയ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട്. ഇവിടെ സെക്യൂരിറ്റീസ് ഉദ്ദേശിച്ചത് ഷെയർസ് ആട്ടോ. ഇനി ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർസ്, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് മാത്രമല്ല ഇതിന്റെ ഫംഗ്ഷൻ. എന്തുകൊണ്ട്? ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ഓൾറെഡി നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയർസ്, ഞാൻ ഒരു ഷെയർ ഇഷ്യൂ ചെയ്തു, അത് ഹോൾഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഷെയർ, ആ ഷെയർ വാങ്ങിച്ചത് ഇപ്പം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഒരു കമ്പനിയാണ് റിലയൻസ് എന്ന് പറയുന്ന കമ്പനി. ആ റിലയൻസ് കമ്പനിയുടെ ഷെയർ, ഈ ഷെയർ ഇപ്പൊ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഇൻവെസ്റ്റർ ആണ്. ഈ ഇൻവെസ്റ്റർ ആണ് ഇത് ആദ്യം വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഇൻവെസ്റ്റർ ആണ് ഈ ഷെയർ ആദ്യം വാങ്ങിച്ചിട്ടുള്ളത്. ഇനി അപ്പൊ ആ ഷെയർ ആ ഇൻവെസ്റ്റർ വാങ്ങിക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ആ ഷെയറിന്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും, അത് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക്, ഈ ഒരു ഇൻവെസ്റ്റർക്ക് ഇയാളുടെ കയ്യിലുള്ള റിലയൻസിന്റെ ഷെയറിനെ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം? ഇയാള് ഈ ഓൾറെഡി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആ ഇൻവെസ്റ്റർ എന്ത് ചെയ്യും? അവന്റെ കയ്യിലുള്ള ഷെയർ സെല് ചെയ്യും. അപ്പൊ അത് ബൈ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെ എന്തും കൂടെ നടക്കുന്നുണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റർ അയാളുടെ അടുത്തുള്ള ഷെയർ സെല് ചെയ്യുന്നു, വേറെ ആൾക്ക് ബൈ ചെയ്യുന്നു. അപ്പൊ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് നടക്കുന്നുണ്ട്. അതാണ് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ള ഉദ്ദേശം. അപ്പോൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്, പുതിയ സെക്യൂരിറ്റീസ് അവിടെ ഇഷ്യൂ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ ഇങ്ങനെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആർക്ക് വേണമെങ്കിലും അവരുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റഡ് കമ്പനീസിന് മാത്രമേ ഇങ്ങനത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഈ സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വെച്ചിട്ടുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ്. ആ റൂൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് റൂൾ പറയുന്നത് ഓൺലി സ്യൂട്ടബിൾ കമ്പനീസ് ക്യാൻ ട്രേഡ് ദെയർ സെക്യൂരിറ്റീസ് ഓൺ ദ എക്സ്ചേഞ്ച്. ഈ എക്സ്ചേഞ്ചിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പനീസിന് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നമ്മൾ എന്ത് കമ്പനീസ് എന്ന് പറയുന്നത്? ലിസ്റ്റ് ചെയ്യപ്പെട്ട ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലിസ്റ്റഡ് കമ്പനീസിന് മാത്രമേ അവിടെ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഷെയർസ് അവിടെ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലിസ്റ്റഡ് കമ്പനീസിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ലിസ്റ്റഡ് കമ്പനി ആർക്ക് വേണമെങ്കിലും ലിസ്റ്റഡ് കമ്പനി ആവാൻ പറ്റുമോ? ഇല്ല. ലിസ്റ്റഡ് കമ്പനി ആവണമെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിലാണ് അവർക്കാണ് ഈ ലിസ്റ്റിംഗ് റിക്വയർമെന്റ് കിട്ടുള്ളൂ. അങ്ങനത്തെ കമ്പനീസിന് മാത്രമേ ലിസ്റ്റഡ് ആവാൻ പറ്റത്തുള്ളൂ. ഇനി വൺസ് ആ കമ്പനി ലിസ്റ്റഡ് ആയി കഴിഞ്ഞാൽ, ആ ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റഡ് കമ്പനീനെ റിലേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാനൊരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ എന്നെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും ഞാൻ എന്ത് ചെയ്യണം? പബ്ലിക്കിലേക്ക് അനൗൺസ് ചെയ്തിരിക്കണം. ഓക്കെ. എല്ലാ റെലവെന്റ് ഇൻവെസ്റ്റേഴ്സ് അറിയേണ്ട റെലവെന്റ് ഇൻഫർമേഷൻസ് എല്ലാം ആരോട് ഷെയർ ചെയ്യണം? പബ്ലിക്കിനോട് ഷെയർ ചെയ്തിരിക്കണം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ ഈ കമ്പനീനെ കുറിച്ച് പുറമെ അറിയുന്നതും. അതിനെ ബേസ് ചെയ്തിട്ട്, ആ ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു കമ്പനീനെ കുറിച്ചിട്ട് ഒരു പോസിറ്റീവ് ഇൻഫർമേഷൻ ആണ് വന്നതെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് കൂടണം. ആ കമ്പനീനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ ആണ് വന്നത്, പെർഫോമൻസ് നെഗറ്റീവ് ഇൻഫർമേഷൻ ആണ് വന്നതെങ്കിൽ ഷെയർ പ്രൈസ് കുറയണം. ഓക്കെ. അപ്പൊ ആ ഇൻഫർമേഷൻസ് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെയുള്ള ലിസ്റ്റഡ് കമ്പനീസിന്റെ റെലവെന്റ് ഇൻഫർമേഷൻസ് ഒക്കെ പബ്ലിക്കിലേക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം. അങ്ങനെ അവൈലബിൾ ആക്കി കൊടുക്കുന്നതിനനുസരിച്ചാണ് എന്ത് വരുന്നത്? ഷെയർ പ്രൈസ് ഒക്കെ ഡിറ്റർമൈൻ ആവുന്നത്. എന്നാൽ മാത്രമാണ് ഇൻവെസ്റ്റേഴ്സിന് നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ അതിനെ ബേസ് ചെയ്തിട്ട്. അടുത്തത്, ഇനി എല്ലാ ഇൻവെസ്റ്റേഴ്സ്, ഇവിടെ എന്താണ്? ഇൻവെസ്റ്റേഴ്സ് പുതിയ ഷെയർസ് വാങ്ങിക്കാന്ന് മാത്രമല്ല, എക്സിസ്റ്റിംഗ് ഉള്ള ഷെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറിങ് നടക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് എല്ലാവരും ഈക്വൽ ടേംസിനാണ്, ഓക്കെ, സെയിം പ്രൈസിന്, എല്ലാവർക്കും ഒരു സെയിം പ്രൈസിനാണ് വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ റിലയൻസിന്റെ ഇപ്പോൾ ഉള്ള ഷെയറിന്റെ പ്രൈസ് 1400 ആണെങ്കിൽ ഞാൻ പോയിട്ട് വാങ്ങിക്കുമ്പോഴും 1400 കൊടുത്താൽ മതി. ഇതേ സമയം വേറെ ആൾ വാങ്ങിക്കുമ്പോൾ 1400 കൊടുത്താൽ മതി. എല്ലാവർക്കും ഒരു സെയിം പ്രൈസ്, ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് അവൈലബിൾ ആകേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെ ആയിരിക്കണം? ഫെയർ ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം. ഈ എഫിഷ്യന്റ് ആവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലാണ് പഠിക്കുക, എഫിഷ്യൻസി, സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസിനെ കുറിച്ചിട്ട്. ഓക്കെ. അങ്ങനെ എഫിഷ്യന്റ് ആയിട്ടുള്ളയും ഫെയർ പ്രൈസിലുള്ള, ഫെയർ ആയിട്ടുള്ളയും എഫിഷ്യന്റ് ആയിട്ടുള്ളയും സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലാണ് അവിടെ നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് വരുള്ളൂ. ആ ഇൻവെസ്റ്റേഴ്സ് അവിടേക്ക് അട്രാക്റ്റഡ് ആവുള്ളൂ. എന്നാൽ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റ് സക്സസ്ഫുൾ ആവുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ആരാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയർസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്? ജനറൽ പബ്ലിക്. പബ്ലിക്കിലുള്ള ആർക്ക് വേണമെങ്കിലും ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കയറിയിട്ട് ഷെയർസ് വാങ്ങിക്കാൻ പറ്റും. ബട്ട് മെയിൻ ആയിട്ടുള്ള ആളുകളുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ ഷെയർസ് ഒക്കെ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ വലിയ വലിയ ഫണ്ട് ഉള്ള ആളുകൾ, ലൈക്ക് പെൻഷൻ ഫണ്ട്സ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. പെൻഷൻ സ്കീം എന്നൊക്കെ പറയുമ്പോൾ
പെൻഷൻ കമ്പനീസ് എന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ട്. ആ പൈസ എല്ലാം എന്താണ് അവർ കംപ്ലീറ്റ്ലി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ പല പല കമ്പനീസിന്റെ ഷെയർസ് ബൾക്കായിട്ട് വാങ്ങിക്കുക വെക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരുപാടുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്നാണ് പറയുന്നത്. ഒരുപാട് രാജ്യങ്ങൾ അതുണ്ട്. US, കാനഡ, ഓസ്ട്രേലിയ, നോർഡിക് കൺട്രീസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നും കാണാതെ പഠിക്കേണ്ട. അങ്ങനത്തെ പല കൺട്രീസിന്റെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ജസ്റ്റ് പറയുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്, ഞാനൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്റെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ഷെയർ വാങ്ങിക്കണം ഒരാൾക്ക്, അല്ലെങ്കിൽ സെൽ ചെയ്യണം. ഈ ഷെയർ ബൈ ചെയ്യണം അല്ലെങ്കിൽ സെൽ ചെയ്യണം. എങ്ങനെയാണ് ഈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് നടക്കുന്നത്? ഷെയർസിന്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്. ബ്രോക്കേഴ്സ് ത്രൂ നമുക്ക് ഷെയർസ് ബൈ ആൻഡ് സെൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാർക്കറ്റ് മേക്കേഴ്സ് ഉണ്ട്. ബ്രോക്കേഴ്സ് ഉണ്ട്, മാർക്കറ്റ് മേക്കേഴ്സ് ഉണ്ട്. അപ്പൊ രണ്ടുപേരെ കുറിച്ച് ഞാൻ പറയാം. ബ്രോക്കർ എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു സ്റ്റോക്കിന്റെ ബ്രോക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബ്രോക്കർ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഷെയർസിൽ വാങ്ങിക്കുന്ന വിൽക്കുന്ന ബ്രോക്കേഴ്സ്, ഈ ബ്രോക്കേഴ്സ് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, ഇവരെങ്ങനെയാണെന്നറിയോ? ബൈ ചെയ്യുന്ന, ഇപ്പൊ ഇതൊരാള്, ഇത് വേറൊരാള്, ഓക്കെ, ഇത് ഇവന്റെ കയ്യിലാണ് ഷെയർ ഉള്ളത്, ഹാവ് ഷെയർ. ഇവന്റെ കമ്പനി, ഈ ഒരു ഇൻവെസ്റ്ററിന്റെ കയ്യിലാണ് ഷെയർ ഉള്ളത്. ഇയാൾക്ക് നീഡ് ഷെയർ, ഇവൻക്ക് ഷെയർ വേണം. അപ്പൊ ഇവൻ എന്തിനാ വരിക? ഈ ആള് എന്താണ്, ഇയാൾക്ക് ഷെയർ ബൈ ചെയ്യണം. ഇവൻക്ക് എന്താ ചെയ്യേണ്ടത്? ഹി നീഡ് ടു ബൈ ഷെയർസ്. ഇവൻ എന്താണ്, ഷെയർ ബൈ ചെയ്യേണ്ട ആളാണ്. ഇവൻ ആരാണ്? ഷെയർ സെൽ ചെയ്യേണ്ട ആളാണ്. അവന്റെ അടുത്ത് ഷെയർ ഉണ്ട്, അത് സെൽ ചെയ്യേണ്ട ആളാണ്. ഇവൻ സെൽ ഷെയർ. ഈ ഷെയർസിന്റെ സെല്ലേഴ്സിനെയും ബയേഴ്സിനെയും കണക്ട് ചെയ്യിക്കുന്ന ഒരാളാണ്. ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യിക്കുന്ന ഒരു ഇന്റർമീഡിയറി ആണ്. ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യിക്കുന്ന ഒരു ഇന്റർമീഡിയറി ആണ്. ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ആര്? ഇന്റർമീഡിയറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ആര്? ഈ ഒരു ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ബ്രോക്കേഴ്സ് ആരാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രോക്കേഴ്സിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഷെയർ ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ വേണം. ലൈക്ക് സെറോദ, അപ്സ്റ്റോക്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് കണ്ടിട്ടുണ്ടാവും, ആപ്ലിക്കേഷൻസ് കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ സ്റ്റോക്കിന്റെ ബ്രോക്കേഴ്സ് ആണ്. ഇവരൊക്കെ ബ്രോക്കേഴ്സ് ആണ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവര് ഒരുപാട് ഷെയർസ് വാങ്ങിച്ചു വെച്ചിട്ട് അവരടുത്ത് നിന്നല്ല നമ്മൾ ഷെയർ വാങ്ങിക്കുന്നത്. ഇവര് ജസ്റ്റ് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഷെയർസ് സെല് ചെയ്യാനുള്ള സെല്ലേഴ്സ് ഉണ്ടായിരിക്കും, അതേ ഷെയർ ബൈ ചെയ്യാനുള്ള ഒരാളുണ്ടായിരിക്കും. അങ്ങനെ ആ ബയ്യേഴ്സ് ആൻഡ് സെല്ലേഴ്സിന്റെ ഷെയർസിന്റെ ഒരു ഷെയറിന്റെ ബയ്യറിനെയും അതേ ഷെയറിന്റെ സെല്ലറിനെയും മീറ്റ് ചെയ്യിക്കുന്ന, കണക്ട് ചെയ്യിപ്പിക്കുന്ന ആളെയാണ് എന്ത് പറയുന്നത്? ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ഉള്ള ആൾക്ക് ആ ഷെയർ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല് ചെയ്യും. ആ ഷെയർ, അതേ ഷെയർ വാങ്ങിക്കേണ്ട ആളുണ്ടായിരിക്കും. അപ്പൊ വാങ്ങിക്കേണ്ട ആൾക്ക് ഈ സെല് ചെയ്ത ആളുടെ ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? സെല്ലിംഗ് ആൻഡ് ബൈയിങ് നടക്കും. അങ്ങനെയാണ് ആ ഷെയറിന്റെ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. ഷെയറിന്റെ ട്രാൻസ്ഫറിങ് നടക്കുന്നത് അങ്ങനെയാണ്. ഇയാൾ എന്ത് ചെയ്യും? ഷെയർ സെല് ചെയ്യും. ഈ ഷെയർ ഉള്ള ആള് ഷെയർ സെല് ചെയ്യും. ഷെയർ വേണ്ട ആള് അയാളുടെ അടുത്ത് ബൈ ചെയ്യും. ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഈ ബ്രോക്കേഴ്സ് ത്രൂ ആണ്. ഇവരൊരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ ബ്രോക്കേഴ്സിന്റെ ലാഭം എന്താ? ഇത് ചെയ്യുന്നതുകൊണ്ട് ബ്രോക്കേഴ്സിന്റെ ലാഭം എന്താ വെച്ചാൽ, നമ്മൾ ഷെയർ സെല് ചെയ്യുന്ന സമയത്തും ഒരു ഫീ കൊടുക്കണം, ഇവർക്ക് ഫീ കൊടുക്കണം. ഇനി ബൈ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തരണം? ഇവർക്ക് ഫീ കൊടുക്കണം. അപ്പൊ ഇവർ ചാർജ് ചെയ്യുന്ന ഫീ ഇല്ലേ, ഇവർ ചാർജ് ചെയ്യുന്ന ഫീ ആണ് ഇവരുടെ ലാഭം എന്ന് പറയുന്നത്. ഈ ബ്രോക്കേഴ്സ് ഫീ ആണ് ചാർജ് ചെയ്യുക. സെല് ചെയ്യുമ്പോഴും ബൈ ചെയ്യുമ്പോഴും ഫീ ആണ് ചാർജ് ചെയ്യുക. ഇവരുടെ ഒരു ഫീ, ഈ ബ്രോക്കേഴ്സിന്റെ ഫീ എന്ന് പറയുന്ന ഒരു ഫീ ആണ് ചാർജ് ചെയ്യുക. അപ്പൊ ഇതാണ് ബ്രോക്കേഴ്സ്. അപ്പൊ ബ്രോക്കേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഇവര് ബ്രോക്കേഴ്സ് ബൈ ആൻഡ് സെൽ ഷെയർസ്, ഇത് ഒരു ഫീ ചാർജ് ചെയ്യും. ഇവര് ഒരു ഫീ ചാർജ് ചെയ്യും. ഇവരൊരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് മേക്കേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. മാർക്കറ്റ് മേക്കേഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ, മാർക്കറ്റ് മേക്കേഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ കയ്യിൽ ഒരുപാട് ഷെയർസ് ഉണ്ടാവും. ഇവരുടെ കയ്യിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഷെയർസ് വാങ്ങിക്കുന്നുണ്ട്. ഇവരെന്താണ്? ഈ മാർക്കറ്റ് മേക്കേഴ്സ് ഇന്റർമീഡിയറ്റ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. ഈ മാർക്കറ്റ് മേക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ദേ വിൽ ബൈ ഷെയർ. അവർ ഷെയർ ബൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദേ വിൽ സെൽ ഷെയർ. ഒരു റീറ്റെയിലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഷെയർസ് ബൈ ചെയ്യുന്നുണ്ട്, ഷെയർസ് സെൽ ചെയ്യുന്നുണ്ട്. ബൈ ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ടായിരിക്കും. നിങ്ങൾ റിസ്ക് മാനേജ്മെന്റ് പഠിച്ച സമയത്ത് നിങ്ങൾക്ക് അറിയാം, ഒരു ബാങ്ക് കറൻസീസ് ബൈ ചെയ്യുന്നുണ്ട്, കറൻസി സെൽ ചെയ്യുന്നുണ്ട്. ബാങ്ക് കറൻസി ബൈ ചെയ്യുന്നത് ഒരു ബിഡ് പ്രൈസിനാണ്. സെൽ ചെയ്യുന്നത് ഒരു ഓഫർ പ്രൈസിനാണ്. ഏതാണ് ലോവർ പ്രൈസ്? ഈ ബിഡ് പ്രൈസ് ആണ് ലോവർ പ്രൈസ്, ഓഫർ പ്രൈസ് ആണ് ഹയർ പ്രൈസ്. അപ്പൊ എന്ത് ചെയ്യും? ഇവരെന്താ ചെയ്യുന്നത് വെച്ചാല്, ഇവര്
ഷെയർസ് ബൈയും ഈ മാർക്കറ്റ് മേക്കേഴ്സ് ഷെയർ ബൈ ചെയ്യുന്നുണ്ട്, ഇവർ തന്നെ ഷെയർ സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരടുത്തേക്ക് എന്താണ്, ഇവന്റെ അടുത്തേക്ക്, ഈ മാർക്കറ്റ് മേക്കേഴ്സിന്റെ അടുത്തേക്ക് ഒരു സെല്ലർ ഓഫ് ഷെയർ വരും. ആ സെല്ലർ ഓഫ് ഷെയർ വരുന്ന സമയത്ത് ഇയാൾക്ക് എന്ത് കൊടുക്കും? ഇത് ഷെയർ ഉള്ള ഒരാള് ഈ മാർക്കറ്റ് മേക്കേഴ്സിന്റെ അടുത്തേക്ക് എനിക്ക് ഷെയർ സെല് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ സെല്ലറിനെയും ബയ്യറിനെയും കണക്ട് ചെയ്യുന്ന പരിപാടിയല്ല മാർക്കറ്റ് മേക്കേഴ്സ് ചെയ്യുന്നത്. അത് ആര് ചെയ്യുന്നതാണ്? ബ്രോക്കേഴ്സ് ചെയ്യുന്നതാണ്. മാർക്കറ്റ് മേക്കേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാല്, ഞാൻ മാർക്കറ്റ് മേക്കറാണ്, എന്റെ അടുത്തേക്ക് ഷെയർ സെല് ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെടുത്തുനിന്ന് ഞാൻ ആ ഷെയർ വാങ്ങിക്കും. ആര്? മാർക്കറ്റ് മേക്കർ ആ ഷെയർ വാങ്ങിക്കും. എന്നിട്ട് തിരിച്ചെന്ത് കൊടുക്കും എന്ന് വെച്ചാല് തിരിച്ച് ആ ബിഡ് പ്രൈസ് കൊടുക്കും. അതായത് ഒരു ലോവർ പ്രൈസ് കൊടുക്കും. എന്റെ അടുത്തേക്ക് ഷെയർ സെല് ചെയ്യാൻ വരുന്ന ആളാണെങ്കിൽ അയാൾക്കൊരു ലോവർ പ്രൈസ് ഞാൻ കൊടുക്കും. ഇനി എന്റെ അടുത്തേക്ക് ആരും വരുന്നുണ്ട്? ബയ്യറും വരുന്നുണ്ട്. ബയ്യർ ഓഫ് ഷെയറും വരുന്നുണ്ട്. ആ ഷെയർ വാങ്ങിക്കാൻ വരുന്ന ആളുണ്ട്. എന്റെ അടുത്തേക്ക് ഷെയർ സെല് ചെയ്യാമെന്ന് അയാൾക്ക് ഞാൻ ലോവർ പ്രൈസ് കൊടുത്തു. എന്റെ അടുത്തേക്ക് ഷെയർ സെല് ചെയ്യാമെന്ന്, എന്നിട്ട് അയാൾ ഷെയർ വാങ്ങിച്ചു, ലോവർ പ്രൈസ് കൊടുത്തിട്ട് ഷെയർ വാങ്ങിച്ചു. ഇനി ഇതേ ഷെയർ ബൈ ചെയ്യാൻ എന്റെ അടുത്തേക്ക് ഒരാൾ വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ അടുത്തുള്ള ഷെയർ അയാൾക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഏത് റേറ്റ് ആയിരിക്കും അയാളുടെ അടുത്ത് വാങ്ങിക്കാം? ഇയാളുടെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങിക്കുന്നത് ഓഫർ പ്രൈസ് ആയിരിക്കും. അപ്പൊ എന്താ, എന്റെ അടുത്തേക്ക് ഷെയർ വാങ്ങിക്കാൻ വന്ന ആളുടെ അടുത്ത് നിന്ന് ഞാൻ ഹൈ പ്രൈസ് വാങ്ങിച്ചു. എന്റെ അടുത്തേക്ക് ഷെയർ സെല് ചെയ്യാൻ വരുന്ന സെല്ലർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഞാൻ ലോവർ പ്രൈസ് കൊടുക്കും. അപ്പൊ ആ ലോവർ പ്രൈസിന്റെയും ഹയർ പ്രൈസിന്റെയും ഡിഫറൻസ്, ബിഡ് പ്രൈസിന്റെ ഓഫർ പ്രൈസിന്റെ ഡിഫറൻസ് ആരുടെ ലാഭം? ഈ ബിഡ് പ്രൈസിന്റെ ഓഫർ പ്രൈസിന്റെ ഡിഫറൻസ് ആണ് മാർക്കറ്റ് മേക്കേഴ്സിന്റെ ലാഭം. ബട്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ബ്രോക്കേഴ്സ് എന്താ ചെയ്യുന്നത്? ഈ ബ്രോക്കറിന്റെ അടുത്തേക്ക് ഷെയർ സെല് ചെയ്യാൻ വരുന്ന ആളെന്താണ്? ആ ബ്രോക്കർ അല്ല ഷെയർ വാങ്ങിക്കുന്നത്. ബയ്യർക്ക് കൊടുക്കുന്നത് ആ ബ്രോക്കർ അല്ല. ബ്രോക്കർ ഈസ് ജസ്റ്റ് കണക്ടിങ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയ്യറിനെയും സെല്ലറിനെയും കണക്ട് ചെയ്യുന്നതാണ് ബ്രോക്കർ ചെയ്യുന്നത്. ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രം. അങ്ങനെ ആ കണക്ട് ചെയ്യുന്നതിൽ എന്താണ്, ഫീ രണ്ടുപേരുടെ നിന്നും ചാർജ് ചെയ്യും. രണ്ടുപേരുടെ ഫീ ചാർജ് ചെയ്തിട്ട് ആ ഫീ ആണ് ഇവരുടെ ലാഭം. ബട്ട് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു റീറ്റെയിലർ പോലെയാണ് മാർക്കറ്റ് മേക്കർ ആക്ട് ചെയ്യുക. അതായത് ഇവന്റെ അടുത്തേക്ക് ഷെയർ സെല് ചെയ്യാൻ വരുന്ന ആൾക്കാണെങ്കിൽ അയാൾക്ക് ലോവർ പ്രൈസ് കൊടുക്കും, അതായത് ബിഡ് പ്രൈസ് കൊടുക്കും. ഇയാളടുത്തുനിന്ന് ആ ഷെയർ ബൈ ചെയ്യാൻ വരുന്ന ആളാണെങ്കിൽ അയാളടുത്തുനിന്ന് എന്ത് ചെയ്യും? ഹൈ പ്രൈസ് അല്ലെങ്കിൽ ഓഫർ പ്രൈസ് വാങ്ങിക്കും. ആ ബിഡ് ആൻഡ് ഓഫർ സ്പ്രെഡിന്റെ ഡിഫറൻസ് ആണ് ഇവരുടെ ലാഭം. അപ്പൊ മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആ ബിഡ് ആൻഡ് ഓഫർ സ്പ്രെഡിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? ആ ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷെയർസിന്റെ ബൈയിങ് ആൻഡ് സെല്ലിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത് ഈ ബ്രോക്കേഴ്സും മാർക്കറ്റ് മേക്കേഴ്സും ത്രൂ ആണ്. മനസ്സിലാക്കാം. ഇനി ഒരു ഷെയറിന്റെ പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ആവുന്നത്? ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ഷെയർസ് ഉണ്ടായിരിക്കും. ഈ ഷെയർസിന്റെ ഒക്കെ പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ആവുന്നത്? ഷെയറിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ആവുന്നത് മാർക്കറ്റ് ഫോഴ്സസ് വെച്ചിട്ടാണ്. മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഐറ്റം, ഇതാ ഷെയർ. ഈ ഷെയർ വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ഷെയറിന്റെ ഡിമാൻഡ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അതിന്റെ പ്രൈസ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഒരു ഷെയർ വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു ഷെയർ ബൈ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ആ ഷെയറിന്റെ പ്രൈസ് കൂടും. ഇനി ആ ഷെയർ ആർക്കും വേണ്ട, എല്ലാവരും സെല് ചെയ്യണം. ഈ ഷെയർ സെല് ചെയ്യുന്ന ആൾക്കാരാണ് മാർക്കറ്റിൽ കൂടുതലെങ്കിൽ ആ ഷെയറിന്റെ പ്രൈസ് കുറയും. അതാണ് മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ആൾക്കാർ ബൈ ചെയ്യാനുണ്ട്, എത്ര ആൾക്കാർ സെല് ചെയ്യാനുണ്ട്? സെല്ലേഴ്സ് ആണ് കൂടുതലെങ്കിൽ ഷെയറിന്റെ പ്രൈസ് കുറയും, ബയ്യേഴ്സ് ആണ് കൂടുതലെങ്കിൽ ഷെയറിന്റെ പ്രൈസ് കൂടും. അപ്പൊ ആ രീതിയിലാണ് മാർക്കറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഫോഴ്സസ് ത്രൂ ആണ് ഷെയറിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ആവുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ മാർക്കറ്റ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ മാർക്കറ്റ് ഫോഴ്സ് ബയേഴ്സും സെല്ലേഴ്സും എങ്ങനെ വരുന്നു? ഞാൻ എപ്പോഴാണ് ഒരു ഷെയർ ബൈ ചെയ്യാൻ തീരുമാനിക്കുക? ഞാൻ എപ്പോഴാണ് ഒരു ഷെയർ സെൽ ചെയ്യാൻ തീരുമാനിക്കുക? അതെങ്ങനെയാന്ന് വെച്ചാൽ സ്പെക്കുലേഷൻ ത്രൂ ആണ് അത് ഡിറ്റർമൈൻ ആവുന്നത്. സ്പെക്കുലേഷൻ ത്രൂ ആണ്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സ്പെക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഷെയർ, ഓക്കെ, സ്പെക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ സ്പെക്കുലേഷൻ ആട്ടെ ഞാൻ പറഞ്ഞിരുന്നത്. സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു ഇൻവെസ്റ്റർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ അറിയോ? ഐ എം എക്സ്പെക്ടിങ് ദ പ്രൈസ് ടു പ്രൈസ് കൂടും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ എന്താണ്? ഒരു ഷെയറിന്റെ പ്രൈസ് കൂടും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ഗ്രാഫിൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ഗ്രാഫ്. ഞാൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈം, ഇവിടെ ഷെയറിന്റെ പ്രൈസ്. ഓക്കെ, ഇതാണ് കറണ്ട് സിറ്റുവേഷൻ.
കറന്റ് ആ ഷെയറിന്റെ പ്രൈസ് കിടക്കുന്നത് ഇവിടെയാണ്. കറന്റ് ആ ഷെയറിന്റെ പ്രൈസ് കിടക്കുന്നത് ഇവിടെയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ പറയുക, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഷെയറിന്റെ പ്രൈസ് കൂടുന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, ഷെയറിന്റെ പ്രൈസ് കൂടുന്ന എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഷെയറിന്റെ പ്രൈസ് എങ്ങനെയൊക്കെ മൂവ് ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ട് ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഷെയറിന്റെ പ്രൈസ് മൂവ് ചെയ്യുക മുകളിലേക്കായിരിക്കും. ഷെയറിന്റെ പ്രൈസ് ഇത്ര കൂടുന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബൈ ചെയ്യും. ഷെയറിന്റെ പ്രൈസ് കൂടും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഷെയർ, ഞാൻ നോക്കി വെച്ചിട്ടുള്ള ഷെയറിന്റെ പ്രൈസ് കൂടും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനാണ് സ്പെക്കുലേഷൻ പറയുക. ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യാണ്, ഫ്യൂച്ചറിൽ ഇത് സംഭവിക്കാൻ പോകും, സ്പെക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും, ബൈ ചെയ്യും. എന്നിട്ട് ലേറ്റർ അങ്ങനെ കൂടുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഷെയർ പ്രൈസ് എങ്ങാനും കൂടിയാൽ എനിക്ക് ലാഭം ഉണ്ടാവണം. ആ ലാഭം ഉണ്ടാവണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യാം, ഇപ്പൊ ഞാൻ ബൈ ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ പ്രൈസ് കൂടുമ്പോൾ സെല് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ, ഒരു ചെറിയ പ്രൈസിന് ബൈ ചെയ്തു, വലിയ പ്രൈസിന് സെല് ചെയ്തു. അപ്പൊ എനിക്ക് ഇവിടെ എന്തുണ്ടാകും, പ്രോഫിറ്റ് ഉണ്ടാകും. ഞാൻ ചെറിയ പ്രൈസിന് ബൈ ചെയ്യും, വലിയ പ്രൈസിന് സെല് ചെയ്യും. അപ്പൊ ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് എന്താ, ഇപ്പൊ ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റർ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് പ്രൈസ് കൂടും എന്ന് പറയുന്ന സ്പെക്കുലേഷൻ ആണ്. പ്രൈസ് കൂടും എന്ന് പറയുന്ന സ്പെക്കുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ബൈ ചെയ്യും, പിന്നെ സെല് ചെയ്യും, ഫ്യൂച്ചറിൽ സെല് ചെയ്യും. അപ്പോഴാണ് എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ പ്രൈസ് കൂടും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഇൻവെസ്റ്റർ ഇല്ലേ, അവനെ പറയുന്ന പേരാണ്, പ്രൈസ് കൂടും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഇൻവെസ്റ്ററിനെ പറയുന്ന പേരാണ് ബുള്ളിഷ് ഇൻവെസ്റ്റർ എന്ന് പറയും. ബുള്ളിഷ് ഇൻവെസ്റ്റർ. ആ ബുള്ളിഷ് ഇൻവെസ്റ്റർ എന്താ, ഒരു ബുള്ളിഷ് ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവൻ എന്താ പറയുന്നത്, പ്രൈസ് കൂടുന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അവൻ എന്താ ചെയ്യുക, ഇപ്പൊ ബൈ ചെയ്യും, എന്നിട്ട് സെല് ചെയ്യും. ബൈ ഷെയർസ് അവൻ ആദ്യം ബൈ ചെയ്തിട്ട് പിന്നെ സെല് ചെയ്യും. അങ്ങനെയാ ചെയ്യുക. അപ്പോഴാണ് അവർക്ക് ലാഭം ഉണ്ടാക്കുക. ഇവന് എക്സ്പെക്ട് ചെയ്യട്ടോ, എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സംഭവിക്കണമെന്നില്ല. എക്സ്പെക്ട് ചെയ്ത പോലെ സംഭവിച്ചാൽ അവർക്ക് ലാഭം ഉണ്ടായി, എക്സ്പെക്ട് ചെയ്ത പോലെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അവന് നഷ്ടം ഉണ്ടാകും. ലാഭം നഷ്ടം ഉണ്ടാവില്ല. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, ഈ ഇൻവെസ്റ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. അവൻ എങ്ങനെയാ, ഹീസ് എക്സ്പെക്ടിങ് ദ പ്രൈസ് ടു ഫോൾ. അവൻ ആ പ്രൈസ് കുറയും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ എന്താ ചെയ്യാ, അവന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് ഷെയർ പ്രൈസ് ഇവിടെയാണ്. കറന്റ് ഷെയർ പ്രൈസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, പ്രൈസ് കുറയും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള പ്രൈസിനേക്കാൾ പ്രൈസ് കുറയുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ ഇപ്പൊ എന്താ ചെയ്യാന്നറിയോ, നേരത്തെ എന്താണ് പ്രൈസ് കൂടുന്ന എക്സ്പെക്ട് ചെയ്തപ്പോൾ നൗ ബൈ ചെയ്യാണ് ആ ഇൻവെസ്റ്റർ ചെയ്ത്. പ്രൈസ് കുറയുന്ന എക്സ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൻ സെല് ചെയ്യും. നൗ അവൻ സെല് ചെയ്യും, എന്നിട്ട് ലേറ്റർ എന്ത് ചെയ്യും, ലേറ്റർ പ്രൈസ് കുറയുമ്പോൾ ബൈ ചെയ്യും. അപ്പോഴെന്താണ്, ചെറിയ പ്രൈസിന് ബൈ ചെയ്തു, വലിയ പ്രൈസിന് സെല് ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, എങ്ങനെയാ എൻ്റെ അടുത്ത് ഇല്ലാത്ത സാധനം, ഇവിടെ നോക്ക്, ഇപ്പോഴേ ഞാൻ എന്നിട്ട് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സാധനം അതിൻ്റെ അടുത്ത് ഉണ്ടാവണ്ടേ. ബൈ ചെയ്യാതെ എങ്ങനെ സെല് ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ അത് പോസിബിൾ ആണ്. ആദ്യം സെല് ചെയ്തിട്ട് പിന്നെ ബൈ ചെയ്യുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്, ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രാഡേ ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഷോർട്ട് സെല്ലിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സെല് ചെയ്തിട്ട് പിന്നെ ബൈ ചെയ്തു, ലോവർ പ്രൈസിന് ബൈ ചെയ്തു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാക്കാൻ പറ്റും, ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇപ്പോഴേ സെല് ചെയ്തു, ഹൈ പ്രൈസിന് സെല് ചെയ്തു, ഇനി പ്രൈസ് കുറഞ്ഞിട്ട് ഞാൻ കുറവ് പ്രൈസിന് പിന്നെ ഞാൻ പോയിട്ട് ബൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലോ പ്രൈസിന് ബൈ ചെയ്തു, ഹൈ പ്രൈസിന് സെല് ചെയ്തു. അപ്പോഴല്ലേ എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഈ ഇൻവെസ്റ്ററിനെ നമ്മൾ പറയുന്ന പേരാണ് ബെയറിഷ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ബുള്ളിഷ് ഇൻവെസ്റ്റർ ഉണ്ട്, ബെയറിഷ് ഇൻവെസ്റ്റർ ഉണ്ട്. ബെയറിഷ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് കുറയുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അയാൾ ആദ്യം എന്താ ചെയ്യുന്നത്, ആദ്യം സെല് ചെയ്യും, പിന്നെ അത് ബൈ ചെയ്യുന്നുള്ളത്. അപ്പൊ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സ്പെക്കുലേഷൻ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. ബുള്ളിഷ് സ്പെക്കുലേഷൻ ചെയ്യുന്ന ആളുണ്ട്, ബെയറിഷ് സ്പെക്കുലേഷൻ ചെയ്യുന്ന ആളുണ്ട്. ഒരു ഇൻവെസ്റ്റർ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിലോ അവൻ ബൈ ചെയ്യും, ബെയറിഷ് ആണെങ്കിലോ അവൻ സെല് ചെയ്യും. ഒരു ഇൻവെസ്റ്റർ ബുള്ളിഷ് ആണെങ്കിൽ അവൻ ബൈ ചെയ്യും, ബെയറിഷ് ആണെങ്കിൽ അവൻ സെല് ചെയ്യും. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ബുള്ളാണുള്ളത്, ഒരുപാട് ബുൾസ് ആണുള്ളത്, ബുള്ളിഷ് ഇൻവെസ്റ്റേഴ്സ് ആണ് ഒരുപാടുള്ളത്. ഒരു സ്റ്റോക്കിന് ഒരുപാട് ബുള്ളിഷ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ബുള്ളിഷ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ബൈ അല്ലേ ചെയ്യാം. അപ്പൊ ഒരു സ്റ്റോക്കിന് ബുള്ളിഷ് ഇൻവെസ്റ്റേഴ്സ് കൂടുതലാണെങ്കിൽ ആ സ്റ്റോക്ക് ബൈ ചെയ്യാൻ ആൾക്കാർ കൂടുതലെന്നാണ്. ബൈ ചെയ്യുമ്പോൾ എന്താണ്, ബൈ ചെയ്യുമ്പോൾ ആ സ്റ്റോക്ക് കൂടുതൽ ബൈ ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് കൂടും. ഇനി ഒരുപാട് ബിയേഴ്സ് ആണുള്ളത്, ബുൾസിന് പകരം ബിയേഴ്സ് ആണുള്ളത്. പ്രൈസ് കുറയുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ബിയേഴ്സ് ആണെങ്കിൽ അവരൊക്കെ ഇപ്പൊ സെല്ലാ ചെയ്യാം. അപ്പൊ ഒരുപാട് സെല് ചെയ്യുന്നത് കൂടുമ്പോൾ പ്രൈസ് ഫോൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് സ്പെക്കുലേറ്റീവ് ബൈയിങ് ഓർ സെല്ലിംഗ് പറയുന്നത്. അപ്പൊ ഈ സ്പെക്കുലേറ്റീവ് ബൈയിങ് ഓർ സെല്ലിംഗ് നടക്കുന്നതുകൊണ്ടാണ്
ഈ സ്പെക്കുലേറ്റീവ് ബൈയിങ് ഓർ സെല്ലിങ് നടക്കുന്നതുകൊണ്ടാണ് ഇത് കുറച്ച് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. കുറച്ച് ആൾക്കാർ ബുള്ളിഷ് ആയിട്ട് സ്പെക്കുലേറ്റ് ചെയ്യും അല്ലേ. ഇപ്പൊ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ എന്തൊക്കെ ഔട്ട്കം വരാം? പ്രൈസ് കൂടും എന്നുള്ള എക്സ്പെക്ടേഷൻ വരാം, പ്രൈസ് കുറയും എന്നുള്ള എക്സ്പെക്ടേഷൻ വരാം. രണ്ട് എക്സ്പെക്ടേഷൻ ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ബുള്ളിഷ് ഇൻവെസ്റ്റേഴ്സും ഉണ്ടായിരിക്കും, ബെയറിഷ് ഇൻവെസ്റ്റേഴ്സും ഉണ്ടായിരിക്കും. അവരെന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. ബുള്ളിഷ് ഉണ്ടായതുകൊണ്ട്, ബുള്ളിഷ് ബൈ ചെയ്യുന്നതുകൊണ്ട് പ്രൈസ് കൂടും, ബെയറിഷ് സെല് ചെയ്യുന്നതുകൊണ്ട് പ്രൈസ് കുറയും. അപ്പൊ ഒരിക്കലും അപ്പൊ ഈ ബുള്ളിഷ്, ഈ സ്പെക്കുലേറ്റീവ് ബൈയിങ്ങും സെല്ലിങ്ങും ഇല്ലേ, ബുള്ളിഷ് ആൻഡ് ബെയറിഷ് എക്സ്പെക്ടേഷൻ കാരണം, ആ ഒരു സ്പെക്കുലേറ്റീവ് ബൈയിങ് ആൻഡ് സെല്ലിങ് കാരണമാണ് ആ ഒരു ഷെയർ പ്രൈസിന്, ഒരു മാർക്കറ്റിന് ഒരു ബാലൻസ് ഉണ്ടാകുന്നത്. ആ ഷെയർ പ്രൈസ് ഇങ്ങനെ ബാലൻസ് ആക്കി പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് വേണം. മാർക്കറ്റിൽ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നത്. ആൻഡ് ഓൾസോ അങ്ങനെ ഒരുപാട് ആൾക്കാർ ബൈയും സെല്ലും ചെയ്യാനുണ്ടായത് കൊണ്ടാണ് അല്ലെ, സ്പെക്കുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ബൈയും സെല്ലും ചെയ്യാനുണ്ടായത് കൊണ്ടാണ് ആ ഷെയർസിന്റെ ലിക്വിഡിറ്റി അവിടെ ഉണ്ടാവുന്നത്, ഷെയറിന്റെ ലിക്വിഡിറ്റി അവിടെ ഉണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ബൈയും സെല്ലും ചെയ്യണം. ആ ബൈയും സെല്ലും എങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്? സ്പെക്കുലേഷൻ ത്രൂ. അതാണ് സ്പെക്കുലേഷൻ. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ എഫിഷ്യന്റ് ആവണമെന്ന്. ആ ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് എങ്ങനെയായിരിക്കും, ആ ഒരു എഫിഷ്യൻസിനെ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ എഫിഷ്യൻസിനെ കുറിച്ചിട്ടാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.